Hi, I'm Shamir. Learn English through conversation. If you want to speak English, you have to do two things. Listen again and again. Try to say what you heard. You don't have to learn all the grammar rules. Even if you learn all the grammar rules, you will not be able to speak English. If you want to speak English, you must practice. Unless you practice, you cannot speak English. Please watch the video till the end. Definitely this video will help you to learn English. വെൻ ഡു യു ഗോ ടു കോളേജ്? നീ എപ്പോഴാണ് കോളേജിലേക്ക് പോകാറ്? ഐ ഗോ ടു കോളേജ് അറ്റ് 10. ഞാൻ 10 മണിക്കാണ് കോളേജിലേക്ക് പോകാറ്. ഹൗ ഡു യു ഗെറ്റ് ടു കോളേജ്? നീ കോളേജിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരാറ്? ഐ ഗെറ്റ് ടു കോളേജ് ബൈ ബസ്. ഞാൻ ബസ്സിലാണ് കോളേജിലേക്ക് എത്തിച്ചേരാറ്. വാട്ട് ഡു യു സ്റ്റഡി? നീ എന്താണ് പഠിക്കുന്നത്? ഐ സ്റ്റഡി ഹിസ്റ്ററി. ഞാൻ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. ഡു യു ഹാവ് ഫൺ അറ്റ് കോളേജ്? നീ കോളേജിൽ കളിക്കാറുണ്ടോ? അതല്ലെങ്കിൽ കോളേജ് ജീവിതം ആസ്വദിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് അർത്ഥം. യെസ്, അതെ. ഐ ഡു. ഞാൻ ചെയ്യാറുണ്ട്. ഐ ഹാവ് ഫൺ എലോട്ട്. ഞാൻ ഒരുപാട് കളിതമാശകളിൽ ഏർപ്പെടാറുണ്ട്. വാട്ട് ആർ യു ഡൂയിങ്? നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഐ ആം ഡൂയിങ് മൈ ഓഫീസ് വർക്ക്. ഞാൻ എൻ്റെ ഓഫീസ് വർക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിച്ച് ഓഫീസ് ഡു യു വർക്ക്? ഏതു ഓഫീസിലാണ് നീ ജോലി ചെയ്യുന്നത്? ഐ വർക്ക് ഇൻ എ ബാങ്ക്. ഞാൻ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. വെൻ ഈസ് യുവർ ബർത്ത്ഡേ? നിൻ്റെ ജന്മദിന ദിവസം എന്നാണ്? ഇറ്റ് ഈസ് ഓൺ 5th ജൂൺ. ജൂൺ 5-ാം തീയതിയാണ് എൻ്റെ ജന്മദിന ദിവസം. വാട്ട് ഈസ് യുവർ ഹോബി? നിൻ്റെ വിനോദ പ്രവൃത്തി എന്താണ്? ഐ ലൈക്ക് പ്ലേയിങ് സ്പോർട്സ്, എസ്പെഷ്യലി സ്വിമ്മിങ്. മത്സര കളികൾ കളിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. എസ്പെഷ്യലി സ്വിമ്മിങ്, പ്രത്യേകിച്ചും നീന്തൽ. എസ്പെഷ്യലി എന്നാൽ പ്രത്യേകിച്ചും, സ്വിമ്മിങ് എന്നാൽ നീന്തൽ. ഈസ് യുവർ ഹോബി കോമൺ ഇൻ യുവർ കൺട്രി? നിൻ്റെ വിനോദ പ്രവൃത്തി പൊതുവായതാണോ നിൻ്റെ നാട്ടിൽ? യെസ്, അതെ. കിഡ്സ്, അഡൾട്ട്സ്, കുട്ടികളും മുതിർന്നവരും ആൻഡ് സീനിയർ സിറ്റിസൺസ്, പ്രായമായവരും. ഓൾ ലൈക്ക്, എല്ലാവരും. ഇഷ്ടപ്പെടുന്നു. സ്വിമ്മിങ് ഇൻ മൈ കൺട്രി, എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ എൻ്റെ രാജ്യത്ത് ഈ പറഞ്ഞ മുതിർന്ന പൗരന്മാർ, മുതിർന്നവർ, പ്രായം കൂടിയവർ, കുട്ടികൾ എല്ലാവരും നീന്തൽ ഇഷ്ടപ്പെടുന്നു. ഈസ് യുവർ ഹോബി ദ സെയിം ആസ് വെൻ യു വേർ എ ചൈൽഡ്? നിൻ്റെ ഹോബി ഇതുതന്നെയായിരുന്നോ നീ കുട്ടിയായിരുന്നപ്പോൾ? ആസ് എന്നാൽ ആ സമയത്ത് എന്നുള്ള അർത്ഥമാണ്. ആസ് വെൻ യു വേർ എ ചൈൽഡ്, നീ ഒരു കുട്ടിയായിരുന്നപ്പോൾ. സെയിം എന്നാൽ അതേ എന്നുള്ള അർത്ഥം. നീന്തൽ ഈ ഹോബി തന്നെയായിരുന്നോ നീ കുട്ടിയായിരുന്നപ്പോഴും എന്നാണ് ചോദ്യം. യെസ്, അതെ. ഐ വാസ് ഫോണ്ട് ഓഫ് സ്വിമ്മിങ് വെൻ ഐ വാസ് എ ലിറ്റിൽ ഗേൾ. ഐ വാസ് ഫോണ്ട് ഓഫ് സ്വിമ്മിങ്. ഫോണ്ട് ഓഫ് എന്നാൽ ഇഷ്ടമായിരിക്കുക എന്നുള്ള അർത്ഥമാണ്. വളരെയധികം ഇഷ്ടമായിരിക്കുക. ഐ വാസ് ഫോണ്ട് ഓഫ് സ്വിമ്മിങ്, നീന്തൽ എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. വെൻ ഐ വാസ് എ ലിറ്റിൽ ഗേൾ, ഞാൻ ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നപ്പോൾ എനിക്ക് നീന്തൽ വളരെ അധികം ഇഷ്ടമായിരുന്നു. വെൻ ഡിഡ് യു സ്റ്റാർട്ട് പ്രാക്ടീസിങ് ദാറ്റ് ഹോബി? എപ്പോഴാണ് നീ നീന്തൽ, ആ ഹോബി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്? ഐ സ്റ്റാർട്ടഡ് സ്വിമ്മിങ് വെൻ ഐ വാസ് 5 years old. ഐ സ്റ്റാർട്ടഡ് സ്വിമ്മിങ്, ഞാൻ നീന്തൽ പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചു. വെൻ ഐ വാസ് 5 years old, ഞാൻ 5 വയസ്സ് പ്രായമുള്ളപ്പോൾ, എനിക്ക് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ നീന്തൽ പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചു. ഈസ് ദർ എനിബഡി ഇൻ യുവർ ഫാമിലി ഹൂ യു ഷെയർ യുവർ ഹോബി വിത്ത്? നീ നിൻ്റെ നീന്തൽ ഈ വിനോദപ്രവൃത്തിയിൽ ഏർപ്പെടുന്ന മറ്റാരെങ്കിലും നിൻ്റെ കുടുംബത്തിൽ ഉണ്ടോ? ഈസ് ദർ എനിബഡി എന്നാൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള അർത്ഥമാണ്. ഇൻ യുവർ ഫാമിലി എന്നാൽ നിൻ്റെ കുടുംബത്തിൽ. ഹൂ യു ഷെയർ യുവർ ഹോബി വിത്ത്, നിൻ്റെ ഹോബി പങ്കുവെക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? മൈ ഡാഡ്, എൻ്റെ അച്ഛൻ. ഹീ ടോട്ട് മീ ഹൗ ടു സ്വിം. ഹീ ടോട്ട് മീ, അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. ഹൗ ടു സ്വിം, എങ്ങനെ നീന്തുമെന്ന്, എങ്ങനെയാണ് നീന്തുക എന്ന് നീന്താൻ പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാണ്. ടീച്ച് എന്നാൽ പഠിപ്പിക്കുക, അതിൻ്റെ പാസ്റ്റാണ് ടോട്ട്. ഹൗ മച്ച് ടൈം ഡു യു സ്പെൻഡ് ഓൺ യുവർ ഹോബി? നിൻ്റെ വിനോദ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് എത്ര സമയമാണ് നീ ചിലവഴിക്കാറ്? സ്പെൻഡ് എന്നാൽ ചിലവഴിക്കുക. ഐ യൂഷ്വലി ഗോ ടു ദ സ്വിമ്മിംഗ് പൂൾ ട്വൈസ് എ വീക്ക്. ഐ യൂഷ്വലി ഗോ ടു ദ സ്വിമ്മിംഗ് പൂൾ, ഞാൻ സ്വിമ്മിംഗ് പൂളിലേക്ക്, നീന്തൽ കുളത്തിലേക്ക്
സാധാരണയായി പോകാറ് ട്വൈസ് എ വീക്ക്. ആഴ്ചയിൽ 2 പ്രാവശ്യമാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ഞാൻ നീന്താൻ പോകാറ്, നീന്തൽക്കുളത്തിലേക്ക് പോകാറ്. ട്വൈസ് എ വീക്ക് എന്നാൽ ആഴ്ചയിൽ 2 പ്രാവശ്യം. യൂഷ്വലി എന്നാൽ സാധാരണയായിട്ട്. വാട്ട് ബെനഫിറ്റ്സ് ഡു യു ഗെറ്റ് ഫ്രം ഇറ്റ്? എന്തു നേട്ടമാണ് നിനക്ക് അതിൽ നിന്നും ലഭിക്കുന്നത്? സ്വിമ്മിങ് ഈസ് എ റിയലി ഗുഡ് വർക്കൗട്ട്. നീന്തൽ ഒരു നല്ല വ്യായാമമാണ്. ഇറ്റ് ഹെൽപ്സ് മീ കീപ് ഫിറ്റ് ആൻഡ് ചിൽ ഔട്ട് ആഫ്റ്റർ എ ലോങ് ഡേ വർക്കിംഗ്. ഇറ്റ് ഹെൽപ്സ് മീ, ഇത് എന്നെ സഹായിക്കുന്നു, നീന്തൽ എന്നെ സഹായിക്കുന്നു. കീപ് ഫിറ്റ്, എന്താണ് ഫിറ്റായിരിക്കാൻ വേണ്ടി, ശരീരം യോജിച്ചതായിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കുന്നു. ആൻഡ് ചിൽ ഔട്ട്, ചിൽ ഔട്ട് എന്നാൽ ഇവിടെ റിലാക്സ് എന്നുള്ള അർത്ഥമാണ്. അതായത് സന്തോഷിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അതായത് ഒരു വിശ്രമം നൽകുക, ശരീരം തണുപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ആഫ്റ്റർ എ ലോങ് ഡേ വർക്കിംഗ്, ഒരു ദിവസത്തെ നീണ്ട ജോലിക്ക് ശേഷം ഈ നീന്തൽ എന്നെ തണുപ്പിക്കുകയും ചെയ്യുന്നു. ഹാവ് യു എവർ ഹേർഡ് ഓഫ് സംവൺ ഹാവിങ് എ വെരി അൺയൂഷ്വൽ ഹോബി? വാട്ട് വാസ് ഇറ്റ്? ഹാവ് യു എവർ ഹേർഡ്, നീ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഓ സംവൺ ഹാവിങ് എ വെരി അൺയൂഷ്വൽ ഹോബി. അൺയൂഷ്വൽ എന്നാൽ അസാധാരണമായ, ഹോബി എന്താണ് അസാധാരണമായിട്ടുള്ള, എന്താണ് വിചിത്രമായിട്ടുള്ള, അസാധാരണമായ വിനോദ പ്രവൃത്തി എന്താണ് നീ കേട്ടിട്ടുള്ളതിൽ, എന്താണ് അത്തരത്തിലുള്ള വിനോദ പ്രവൃത്തി, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. വാട്ട് വാസ് ഇറ്റ്, എന്താണത്, എന്തായിരുന്നു അത്, അത്തരത്തിലുള്ള ഹോബി. യെസ്, അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. മൈ കസിൻ ലവ്സ്, എൻ്റെ കസിൻ ഇഷ്ടപ്പെടുന്നു ടാറ്റൂയിങ് ഇൻ വെഹിക്കിൾസ്. ടാറ്റൂയിങ് എന്നാൽ പച്ചകുത്തൽ. അതായത് എന്താണ്, എൻ്റെ കസിന് വളരെ ഇഷ്ടമാണ് വാഹനങ്ങളിൽ പച്ചകുത്തൽ. അതാണ് വിചിത്രമായിട്ട് തോന്നിയ ഹോബി. ഹി പുട്ട്സ് സ്റ്റിക്കേഴ്സ് എവരിവെയർ ഓൺ ഹിസ് കാർ, അവൻ അവൻ്റെ കാറിൽ എല്ലായിടത്തും സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നു. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് സംവൺ ഹാവിങ് എ വിയേർഡ് ഹോബീസ്? വിയേർഡ് എന്നാൽ അസാമാന്യമായ, ഭീതിതമായ, അത്ഭുതകരമായ, ഇതൊക്കെയാണ് അർത്ഥം. വിചിത്രമായിട്ടുള്ള, അസാമാന്യമായിട്ടുള്ള ഒരു ഹോബി ഒരു വ്യക്തിക്കുള്ളതിൽ, അതിനെപ്പറ്റി നീ എന്താണ് ചിന്തിക്കുന്നത്, നിൻ്റെ അഭിപ്രായം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് എനി ഹോബി ഈസ് വിയേർഡ്. ഒരു ഹോബിയും മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് വാട്ട് യു ലൈക്ക് ടു ഡു. ഇത് എന്താണോ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നത്, നീ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. സോ ഐ ഡോണ്ട് ജഡ്ജ് അതേഴ്സ്, ഞാൻ മറ്റുള്ളവരെ വിലയിരുത്തുന്നില്ല. ജഡ്ജ് എന്നാൽ വിധി പറയുക, തീർപ്പാക്കുക, തീരുമാനിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഞാൻ വിധി പറയുന്നില്ല. അതേഴ്സ് എന്നാൽ മറ്റുള്ളവർ. ഐ ഡോണ്ട് ജഡ്ജ് അതേഴ്സ്, മറ്റുള്ളവരെ പറ്റി ഞാൻ വിധി പറയുന്നില്ല. വാട്ട് ഹോബീസ് ആർ യൂഷ്വലി എക്സ്പെൻസീവ് ഇൻ യുവർ കൺട്രി? നിൻ്റെ നാട്ടിൽ വളരെ എക്സ്പെൻസീവ് എന്നാൽ വിലയേറിയ, വളരെ ചിലവ് കൂടിയ ഹോബി എന്താണ്? സാധാരണയായിട്ട് വളരെ ചിലവേറിയ ഹോബികൾ എന്താണ്? പ്ലേയിങ് ഗോൾഫ് ഈസ് എ റിയലി എക്സ്പെൻസീവ് ഹോബി. ഗോൾഫ് കളിക്കുക, പ്ലേയിങ് ഗോൾഫ് എന്നാൽ ഗോൾഫ്, ആ കളി കളിക്കുന്നത് വളരെ ചിലവ് പിടിച്ച വിനോദ പ്രവൃത്തിയാണ്. ഓൺലി ദ റിച്ച് ക്യാൻ അഫോർഡ് ടു ബൈ ഗോൾഫ് സപ്ലൈസ്. ധനികരായ ആളുകൾക്ക് മാത്രമേ അതിൻ്റെ ചിലവ് വഹിക്കാൻ സാധിക്കുകയുള്ളൂ, അതിനുള്ള സപ്ലൈസുകൾ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അഫോർഡ് ടു എന്നാൽ താങ്ങാനാവുക എന്നുള്ള അർത്ഥമാണ്. അത്തരം വസ്തുക്കൾ, അതിനുള്ള വസ്തുക്കൾ വാങ്ങാൻ സാധിക്കുക.